ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 4 കോഴിമുട്ടയാണ് നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ താത്താടെ വീട്ടിലാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. താത്താടെ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചതിന് ശേഷം മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചിച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഫുൾ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. പിന്നെ നേരത്തെ അരിച്ച് മാറ്റിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മെല്ലനെ തന്നെ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചിച്ച് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഫുൾ സ്പീഡിലിട്ടാണ് കാണിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾ നന്നായി കുത്തിയിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇനി നമുക്ക് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് ചെയ്യുന്നത് സ്റ്റൗവിലാണ് കേട്ടോ. നമ്മളതിൽ ഓവനും കാര്യങ്ങളൊന്നുമില്ല, കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊരു പൊന്തിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുക്കറും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഇറക്കി വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം സ്റ്റവ് കത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ നല്ല രീതിക്ക് തന്നെ പൊന്തിയിട്ടുണ്ടായിരുന്നേ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ 4 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് ഞാൻ അടുത്തതിലാക്കിയിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ താത്താടെ മോൻ വന്നിട്ട് കേക്ക് തായോ എന്ന് പറഞ്ഞിട്ട് കരയാൻ നിൽക്കുകയാണ് കേട്ടോ. ഓനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നീങ്ങിയ സമയത്ത് കേക്ക് ജസ്റ്റ് ഒന്ന് പിച്ച് പൊളിക്കാൻ നോക്കി. അപ്പത്തിന് ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ അത് കൊളായിപ്പോയേനെ. ഭാഗ്യത്തിന് ഞാൻ അവനെ പിടിച്ചു മാറ്റി. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.